ഹലോ, വെൽക്കം ബാക്ക്. നല്ല സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള മുട്ടക്കറി ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നെയ്ച്ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും എല്ലാത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഈ കറി. പൊറോട്ടക്കെല്ലാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് മുട്ട വേണ്ടത് അത്ര പുഴുങ്ങിയെടുക്കുക. ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസ് സവാള, ഒരു തക്കാളി, 2 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഈ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ. ഒരു 1-2 സെക്കൻഡ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. പൊടികൾ കരിഞ്ഞു പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. പിന്നെ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുക. എന്നിട്ട് ആ സെയിം കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവയെല്ലാം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉള്ളി പെട്ടെന്നൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഉള്ളി ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കഴിഞ്ഞാൽ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് തക്കാളി ഇട്ട് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് ഒരു 1-2 സെക്കൻഡ് ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച മല്ലി, മുളക് എന്നിവ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. അത് അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പെരിഞ്ജീരകം കുറച്ചൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങളിൽ ഏതെങ്കിലും ഒരു മീറ്റ് മസാല, ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇത് തേങ്ങൻ്റെ 2ാം പാലാണ് കേട്ടോ. 1ാം പാല് മാറ്റി വെക്കുക, അത് ലാസ്റ്റ് ചേർക്കാനുള്ളതാണ്. ഇനി ഉപ്പ് ചെക്ക് ചെയ്തിട്ട് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2 വിസിലടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രഷറെല്ലാം പോയി കഴിഞ്ഞാൽ കുക്കർ തുറക്കുക. ഇനി ഇതിലേക്ക് മാറ്റി വെച്ച തേങ്ങൻ്റെ 1ാം പാല് ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഓണാക്കിയിട്ടാണ് കേട്ടോ ഉള്ളത്. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ മുട്ട ചേർത്ത് കൊടുക്കുക. മുട്ടക്ക് ഒരു 3 വശത്ത് ഒരു വര ഇട്ട് കൊടുക്കണം കേട്ടോ, കത്തി വെച്ചിട്ട്. എന്നാലാണ് ഉള്ളികൾ നന്നായിട്ട് മസാല പിടിക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളാണ് ഉണ്ടാക്കുക, നല്ല ടേസ്റ്റാണ് എന്നിട്ട് കഴിക്കാൻ. ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പം മുട്ടയെല്ലാം വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.